നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മലയാളം ക്ലാസ്സുകളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഭാഷയെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഭാഷയെന്നല്ല, ലോകത്തെ ഏതൊരു ഭാഷയ്ക്കും മനുഷ്യഭാഷയ്ക്ക് 3 രൂപങ്ങളുണ്ട്. നമുക്കറിയാം, ആശയവിനിമയത്തിനുള്ളൊരു ഉപാധിയാണ് ഭാഷ, അല്ലേ? ലാംഗ്വേജ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മനുഷ്യഭാഷയ്ക്ക് 3 രൂപങ്ങളുണ്ട്. 1, അംഗചലനങ്ങളിലൂടെ ആശയം കൈമാറുന്ന ആംഗ്യഭാഷ. 2, ശബ്ദവിന്യാസത്തിലൂടെ ആശയം കൈമാറുന്ന വാച്യഭാഷ അല്ലെങ്കിൽ വാമൊഴി. 3, അക്ഷരവിദ്യയിലൂടെ ചിഹ്ന വ്യവസ്ഥയിലൂടെ ആശയം കൈമാറുന്ന ലിഖിത ഭാഷ അല്ലെങ്കിൽ വരമൊഴി. അങ്ങനെ മനുഷ്യഭാഷയ്ക്ക് 3 രൂപങ്ങളുണ്ട്. അംഗചലനങ്ങളിലൂടെ ആശയം കൈമാറുന്ന ആംഗ്യഭാഷ, ശബ്ദത്തിലൂടെ കൈമാറുന്ന വാച്യഭാഷ അല്ലെങ്കിൽ വാമൊഴി, എഴുത്തുവിദ്യയിലൂടെ കൈമാറുന്ന ലിഖിത ഭാഷ അല്ലെങ്കിൽ വരമൊഴി. ഇതിൽ മനുഷ്യൻ ആദ്യം ചിട്ടപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുള്ളത് ഈ ആംഗ്യഭാഷയാണ്. എന്നാൽ അതിനെ അപേക്ഷിച്ച് വളർച്ച ഇപ്പം മറ്റ് 2 നേടി. ഏത്? വാമൊഴിയും വരമൊഴിയും നേടി. അതുകൊണ്ട് നമ്മൾ ഇനിമേലിൽ ഈ ക്ലാസ്സിൽ ഭാഷ എന്ന് പറയുമ്പോൾ ഈ വാച്യഭാഷ അഥവാ വാമൊഴി, ലിഖിത ഭാഷ അല്ലെങ്കിൽ വരമൊഴി, ആ 2 ഭാഷാരൂപങ്ങൾ മാത്രമേ തൽക്കാലം ഇനി നമ്മൾ ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ മനുഷ്യഭാഷയ്ക്ക് 3ാമതൊരു രൂപമുണ്ട്, ആംഗ്യഭാഷ. തൽക്കാലം നമ്മൾ മാറ്റിവെക്കുന്നു എന്ന് മാത്രം. മനുഷ്യൻ ഭാഷ ചിട്ടപ്പെടുത്തിയതിനെക്കുറിച്ച് പല വാദഗതികളും നിലവിലുണ്ട്. ക്രിസ്തുവിന് മുമ്പ് തന്നെ അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയും പോലുള്ള ആൾക്കാർ പോലും ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പല കാലയളവിൽ 100 കണക്കിന് സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഈ സൈദ്ധാന്തികർ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എല്ലാ സൈദ്ധാന്തികരും ഏകാഭിപ്രായക്കാരാണ്. അതായത്, മനുഷ്യൻ അവൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് കേട്ട പ്രകൃതിജന്യമായ ശബ്ദങ്ങളെ, പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ശബ്ദത്തെ അനുകരിച്ചിട്ടാണ് ഭാഷ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ മനുഷ്യൻ പ്രകൃതി ശബ്ദത്തെ അനുകരിച്ച് ഭാഷ ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ മാതിരി നിരവധി ഭാഷകളൊന്നും ഉണ്ടായിരുന്നില്ല. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ സ്വതന്ത്രമായിട്ടുണ്ടായ ചില ശബ്ദരൂപങ്ങൾ അതായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചില ശബ്ദരൂപങ്ങൾ, അല്ലാതെ ഇന്നത്തേതുപോലെ വികസിതമോ വ്യവസ്ഥാപിതമോ ആയിരുന്നില്ല. പക്ഷേ അത് ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. ഇപ്പോൾ എറണാകുളം എന്ന പേരന്നില്ല. ഒരു 50,000 1,00,000 വർഷം മുമ്പ് നമ്മളൊന്ന് ആലോചിച്ചാൽ, ഒന്ന് സങ്കല്പിച്ചാൽ, എറണാകുളം എന്നുള്ള പേരില്ല, എറണാകുളം വിമാനത്താവളമില്ല, റെയിൽവേ സ്റ്റേഷനില്ല, ഇന്നത്തെ വികസനങ്ങളൊന്നുമില്ല. പക്ഷേ ഏതുണ്ട്? ആ ഭൂപ്രദേശമുണ്ട്. അവിടെ താമസിച്ചിരുന്ന ആദിമ നിവാസികൾ അവർക്ക് അനുരൂപമായ ചില ശബ്ദരൂപങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. അതുപോലെ കോഴിക്കോടും കൊയിലാണ്ടിയും ഒക്കെ ആ ഭൂപ്രദേശങ്ങൾ അന്നുണ്ടല്ലോ. അവിടെ താമസിച്ചിരുന്നവർ അവർക്ക് അനുരൂപമായ ചില ശബ്ദരൂപങ്ങൾ ചിട്ടപ്പെടുത്തി. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. എന്നാൽ നമുക്കറിയാം, അന്ന് മനുഷ്യൻ ഒരിടത്ത് സ്ഥിരമായി കഴിയുന്നവനല്ല. ഭക്ഷണത്തിൻ്റെയും ജലത്തിൻ്റെയും ലഭ്യത അനുസരിച്ച് നാടോടികളായി, നൊമാഡ്സായി കഴിയുന്നവനാണ്. അപ്പോൾ അവൻ നാടോടിയപ്പോൾ അവൻ്റെ ഈ ഭാഷാരൂപത്തെയും കൊണ്ട് ഓടിയിട്ടുണ്ടാകണം. അതെന്ത് ചെയ്തു? ഇടകലരുകയും വളരുകയും പിളരുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന നിരവധി ഭാഷകൾ ഉണ്ടായെന്നാണ് വയ്പ്. നിലവിൽ അങ്ങനെ വളർന്നും പിളർന്നും ഏതാണ്ട് 3000ഓളം പ്രധാന ഭാഷകളും 7000ഓളം ഉപഭാഷകളും ഉപയോഗിക്കുന്നു മനുഷ്യരാശി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 800 കോടിയിലധികം വരുന്ന മനുഷ്യരാശി നിലവിൽ 3000-ലധികം പ്രധാന ഭാഷകളും 7000-ലധികം ഉപഭാഷകളും ഉപയോഗിക്കുന്നുണ്ടത്രേ. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല. വളർന്നും പിളർന്നും ഇടകലർന്നുമാണ് ഉണ്ടായത്. അങ്ങനെ ഉൽപ്പത്തിക്രമം അനുസരിച്ച് ഈ 3000-ലധികം വരുന്ന ഭാഷകളെ പല ഭാഷാഗോത്രങ്ങൾ അഥവാ ലാംഗ്വേജ് ഫാമിലീസിലാക്കി ഉൾപ്പെടുത്തുന്നു. പല ഭാഷാഗോത്രങ്ങൾ അല്ലെങ്കിൽ പല ലാംഗ്വേജ് ഫാമിലീസിലാക്കി ഉൾപ്പെടുത്തുന്നു ഉൽപ്പത്തിക്രമം അനുസരിച്ച്. പല ശാസ്ത്രകാരന്മാരും, പല ലിംഗ്വിസ്റ്റുകളും, ഭാഷാശാസ്ത്രകാരന്മാരും പല തരത്തിലുള്ള ഗോത്ര വിഭജനം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പൊതുവെ സ്വീകരിക്കുന്നത് ഐറിഷ് ശാസ്ത്രകാരനായ മാക്സ് മുള്ളർ എന്നൊരാളുടെ അഭിപ്രായമാണ്. വേറെ പലരും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും മാക്സ് മുള്ളറുടെ അഭിപ്രായ പ്രകാരം ഈ 3000-ലധികം വരുന്ന ഭാഷകൾ പ്രധാനമായും 8 ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നവയാണ്. 8 ഗോത്രങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. 12 ഗോത്രം, 16 ഗോത്രം എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ മാക്സ് മുള്ളറുടെ അഭിപ്രായത്തിൽ 8 പ്രധാന ഭാഷാഗോത്രങ്ങളാണ് ഉള്ളത്. ഇങ്ങനെ ലോകമെമ്പാടും 8 ഗോത്രങ്ങളിൽപ്പെട്ട ഭാഷകൾ ഉള്ളതിൽ തെക്കേ ഇന്ത്യയിൽ രൂപം കൊള്ളുകയും പിന്നീട് മറ്റ് ഏഷ്യൻ പ്രദേശത്തേക്ക് പ്രചരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഷാഗോത്രമാണ് ദ്രാവിഡ ഭാഷാഗോത്രം, ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി. തെക്കേ ഇന്ത്യയിൽ രൂപം കൊണ്ട ശേഷം എന്ത് ചെയ്തു? മറ്റ് പ്രദേശങ്ങളിലേക്ക് പ്രചരിച്ചു. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഭാഷാഗോത്രമാണ് ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി അഥവാ ദ്രാവിഡ ഭാഷാഗോത്രം. നമ്മുടെ മാതൃഭാഷയായ മലയാളം ഈ ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ്.
എന്ന് മാത്രമല്ല ആ ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും ഇളയ, ഏറ്റവും അവസാനം രൂപം കൊണ്ട ഭാഷയാണ് മലയാളം. നമ്മളാണ് ഏറ്റവും ഇളയ ഭാഷ. ഈ ഗോത്രത്തിലെ മറ്റ് ഭാഷകളൊക്കെ നമ്മുടെ ചേട്ടന്മാരോ മാമന്മാരോ ഒക്കെയാണ്. നമ്മളാണ് ഏറ്റവും അവസാന രൂപം കൊണ്ട ഏറ്റവും ഇളയ ദ്രാവിഡ ഭാഷ മലയാളമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാഷയാണ് നമ്മുടേത്. ദ്രാവിഡ ഭാഷ ആണ് നമ്മുടേത്. ഒരു തറവാട്ടിന് ഒരു കാരണവരുണ്ടാകും എന്ന് പറയും മാതിരി ഒരു ഭാഷാഗോത്രത്തിന് ഒരു മൂലഭാഷയുണ്ടാകും, ഒരു റൂട്ട് ലാംഗ്വേജ് ഉണ്ടാകും. അതായത് ഈ ഗോത്രത്തിലെ ഇതര ഭാഷകൾ രൂപം കൊള്ളാനിടയായ ആദിമ ശബ്ദരൂപം, അതിനെയാണ് ആ ഭാഷാഗോത്രത്തിൻ്റെ മൂലഭാഷ അഥവാ റൂട്ട് ലാംഗ്വേജ് എന്ന് പറയുക. ദ്രാവിഡ ഗോത്രത്തിനുമുണ്ട് ഒരു മൂലഭാഷ. സ്വാഭാവികമായും അത് തന്നെ ആയിരിക്കുമല്ലോ മലയാളത്തിൻ്റെയും മൂലഭാഷ. അങ്ങനെ ദ്രാവിഡ ഗോത്രത്തിൻ്റെയും അതിൽ ഉൾപ്പെടുന്നതിനാൽ മലയാളത്തിൻ്റെയും മൂലഭാഷയായി പരിഗണിക്കുന്നത് കൊടുന്തമിഴ് എന്നതിനെയാണ്. കൊടുന്തമിഴ് അഥവാ മൂലദ്രാവിഡ ഭാഷ. കൊടുന്തമിഴ് അഥവാ മൂലദ്രാവിഡ ഭാഷ. ഇത് പൊട്ടിപ്പിരിഞ്ഞിട്ടാണ് ഇന്നത്തെ തമിഴ്, കന്നഡം, തെലുങ്ക്, തുളു, കൊങ്ങിണി തുടങ്ങിയ തെക്കേ ഇന്ത്യൻ ഭാഷകൾ ഉണ്ടാകുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ പിറവി ഇതിൽ നിന്നാണ്, കൊടുന്തമിഴ് എന്ന ഭാഷയിൽ നിന്നാണ്. അഥവാ മൂലദ്രാവിഡ ഭാഷ. ഇതിൽ നിന്നാണ് ഇന്നത്തെ തമിഴ്. ഇന്ന് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന തമിഴ് ഏതാ? അത് ചെന്തമിഴാണ്. അതിൻ്റെ പ്രാഗ്രൂപമാണ് ഈ കൊടുന്തമിഴ്. ഇത് പൊട്ടിപ്പിരിഞ്ഞിട്ടാണ് നമ്മുടെ ഭാഷ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായ ഭാഷകളിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ടതാണ് മലയാളം. ഈ കൊടുന്തമിഴ് അഥവാ മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് നമ്മൾ ഇന്ന് മലയാളം എന്ന് വിളിക്കുന്ന ഭാഷ രൂപപ്പെട്ടു തുടങ്ങുന്നത്, അഥവാ മലയാളത്തിൻ്റെ ഉൽപ്പത്തി കാലയളവ് AD 9-ാം നൂറ്റാണ്ടാണെന്ന് പറയാം. അങ്ങനെ മലയാളത്തിൻ്റെ പിറവി AD 9-ാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നത്. പക്ഷേ അന്ന് ഇതിന് മലയാളം എന്ന് പേരില്ല. ഇന്നത്തേതുപോലെ വികസിതമോ വ്യവസ്ഥാപിതമോ അല്ല. ഈ മൂലദ്രാവിഡ ഭാഷ അഥവാ കൊടുന്തമിഴിൽ നിന്ന് നേരിയ വ്യത്യാസം സംഭവിച്ച ഭാഷ സഹ്യപർവ്വതത്തിന് കീഴെ നമ്മൾ ഇന്ന് കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ഉപയോഗിച്ചു തുടങ്ങുന്നത് AD 9-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ മലയാളത്തിൻ്റെ പിറവി അവിടെയാണ് സംഭവിക്കുന്നത്, AD 9-ാം ശതകം. എന്നാൽ ആ പുതിയ ഭാഷ നമ്മൾ ഇന്ന് മലയാളം, അന്ന് മലയാളം എന്ന് പേരില്ല, ഇന്ന് മലയാളം എന്ന് പറയുന്ന ആ ഭാഷയ്ക്ക് ഈ 9-ാം നൂറ്റാണ്ടിൽ വാമൊഴിയായി മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അവിടെ സംസാര ഭാഷയിൽ മാത്രമേ ഈ മൂലഭാഷയിൽ നിന്നുള്ള മാറ്റം വന്നുള്ളൂ. അവിടെ ഒരു വരമൊഴി, ഒരു എഴുത്തുവിദ്യ പ്രത്യക്ഷപ്പെടാൻ പിന്നെയും 3 നൂറ്റാണ്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു, AD 12-ാം നൂറ്റാണ്ട് വരെ. അതാണ് മലയാളത്തിലെ വാമൊഴി 9-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചുവെങ്കിലും വരമൊഴി ആരംഭിക്കുന്നത് AD 12-ാം നൂറ്റാണ്ടിലാണ്. ഈ 12-ാം നൂറ്റാണ്ടിലാണ് മലയാളത്തിലെ ആദി കാവ്യം ഉണ്ടാകുന്നത്. അതാണ് രാമചരിതം. രാമചരിതം മലയാളത്തിലെ ആദി കാവ്യമാണ് രാമചരിതം. AD 12-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത്. ആരാണ് രാമചരിതം എഴുതിയത്? അതാരാണ് എഴുതിയെന്ന് നമുക്കറിയില്ല, അജ്ഞാത കർത്തൃകമാണ്. പക്ഷേ ആരോ ഒരാൾ എഴുതിയല്ലോ രാമചരിതം, ആരോ ഒരാൾ എഴുതി. അയാൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സങ്കല്പ പേരാണ് ചീരാമൻ. ചീരാമൻ, അതായത് ചീരാമൻ എന്നൊരാൾ ജീവിച്ചിരുന്നതിന് തെളിവൊന്നുമില്ല. രാമചരിതകാരൻ, അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് ചീരാമൻ. ഇങ്ങനെ AD 12-ാം നൂറ്റാണ്ടിൽ സങ്കല്പനാമധാരിയായ ചീരാമനാൽ എഴുതപ്പെട്ട രാമചരിതത്തിൽ നിന്നാണ് മലയാളത്തിൻ്റെ എഴുത്തുവിദ്യയുടെ വരമൊഴിയുടെ ആരംഭം. അതായത് മലയാളത്തിലെ ആദി കവിയാണ് ചീരാമൻ, ആദി കാവ്യമാണ് രാമചരിതം. ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിലെ ആദി കവി, ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്ന ആരാണ്? ജെഫ്രി ചോസർ എന്നൊരു കവിയാണ്. അതായത് അതിനു മുമ്പ് ഇംഗ്ലീഷ് മറ്റ് പല ഭാഷകളുടെ സ്വാധീനത്തിലായിരുന്നല്ലോ. ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ ഭാഷകളുടെ സ്വാധീനത്തിലായിരുന്നു. നമുക്കറിയാം ഇംഗ്ലീഷിലെ പല വാക്കുകളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് നിന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിച്ച് ഇന്നത്തെ സ്വതന്ത്ര ഇംഗ്ലീഷിൻ്റെ പിതാവായി, ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പരിഗണിക്കുന്നത് ജെഫ്രി ചോസർ എന്നൊരു കവിയാണ്. അദ്ദേഹമാണ് ഇംഗ്ലീഷിലെ ആദ്യ കാവ്യം എഴുതിയത്, ദി കാൻറ്റർബറി ടെയിൽസ്. അപ്പോൾ കാൻറ്റർബറി ടെയിൽസാണ് ഇംഗ്ലീഷിലെ ആദ്യ കാവ്യം, ജെഫ്രി ചോസറാണ് ആദ്യ കവി. അതേ സാദൃശ്യം കൊണ്ട് മലയാളത്തിലെ ആദ്യ കാവ്യം രാമചരിതം, ആദ്യ കവി ചീരാമൻ. ആ സാദൃശ്യം കൊണ്ട് ചീരാമനെ കേരള ചോസർ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ചോസർ എന്നറിയപ്പെടുന്നു, ഈ പറയുന്ന സാദൃശ്യം കൊണ്ട്. അങ്ങനെ 12-ാം നൂറ്റാണ്ടിൽ സങ്കല്പനാമധാരിയായ ചീരാമൻ്റെ രാമചരിതത്തിൽ നിന്നാണ് മലയാളത്തിൻ്റെ വരമൊഴിയുടെ ആരംഭം. പക്ഷേ 12-ാം നൂറ്റാണ്ടിലെ രാമചരിതത്തിൽ നിന്ന് മലയാളത്തിൻ്റെ വരമൊഴി ആരംഭിച്ചുവെങ്കിലും രാമചരിതത്തിൽ നിന്നാണ് മലയാളത്തിൻ്റെ വരമൊഴി ആരംഭിക്കുന്നത് 12-ാം നൂറ്റാണ്ടിൽ.
പക്ഷേ ആദ്യത്തെ 3-4 നൂറ്റാണ്ട്, കൃത്യമായി പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ട് വരെ മലയാളം ഒരു സ്വതന്ത്ര രൂപം കൈവരിച്ചില്ല. ആദ്യത്തെ 3-4 നൂറ്റാണ്ട് ഒരു സ്വതന്ത്ര രൂപം കൈവരിച്ചില്ല. മറ്റ് പല ഭാഷകളുടെയും സ്വാധീനത്തിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. പ്രധാനമായും 2 ഭാഷകളുടെ സ്വാധീനത്തിൽപ്പെട്ട് 2 കൈവഴിയായി സഞ്ചരിച്ചു മലയാളം. ഏതുവരെ? ഇന്നത്തെ കാര്യമല്ല, 16-ാം നൂറ്റാണ്ട് വരെ. ഒരു വിഭാഗം തമിഴ് സ്വാധീനമുള്ള മലയാളവും മറ്റൊരു വിഭാഗം സംസ്കൃത സ്വാധീനമുള്ള മലയാളവും ഉപയോഗിച്ചു. ഇങ്ങനെ തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും കൈവഴിക്ക് 2ആയി പോയി 16-ാം നൂറ്റാണ്ട് വരെ. ഇതിൽ തമിഴ് സ്വാധീനം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. എന്താണ് തമിഴ് സ്വാധീനം ഉണ്ടാകാനുള്ള കാരണം? നമ്മുടെ പിറവി അവിടെ നിന്നാണ്, തമിഴിൽ നിന്നാണ്, പ്രാചീനമായ കൊടുന്തമിഴ്. പിന്നെന്തിട്ടാ സംസ്കൃത സ്വാധീനം ഉണ്ടാകുന്നേ? സംസ്കൃത സ്വാധീനത്തിന് കാരണം ഈ 12-16 നൂറ്റാണ്ടുകളെന്ന് പറയുന്നത് ഇവിടെ ആര്യാധിനിവേശം, ആര്യ ഇൻവേഷൻ്റെ സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും ആര്യഭാഷയായ സംസ്കൃതത്തിൻ്റെ ആധിപത്യവും ഉണ്ടായി. ഇങ്ങനെ 2 കൈവഴിക്ക് പോയി. ഇതിൽ 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന തമിഴ് സ്വാധീനമുള്ള മലയാളത്തെ, തമിഴ് കലർന്ന മലയാളത്തെ, ആ ഭാഷയെ നമ്മൾ വിളിക്കുന്ന പേര് പാട്ടുഭാഷ അല്ലെങ്കിൽ ഗാഥാഭാഷ എന്നാണ്. പാട്ടുഭാഷ അല്ലെങ്കിൽ ഗാഥാഭാഷ. അതിലുണ്ടായ കൃതികളെ പാട്ടുകൾ അല്ലെങ്കിൽ ഗാഥകൾ എന്ന് വിളിച്ചു. അങ്ങനെയാണ് 15-ാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരിയുടെ വകയായി നമുക്ക് കൃഷ്ണഗാഥയൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന തമിഴ് സ്വാധീനമുള്ള മലയാളത്തിന് പറയുന്ന പേരാണ് പാട്ടുഭാഷ അല്ലെങ്കിൽ ഗാഥാഭാഷ. അതിലുണ്ടായ കൃതികളെ പാട്ടുകൾ അല്ലെങ്കിൽ ഗാഥകൾ എന്ന് വിളിച്ചു. ഇനി മറ്റൊരു ശാഖ ഉണ്ടായിരുന്നു, സംസ്കൃത സ്വാധീനമുള്ളത്. അങ്ങനെ 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സംസ്കൃത സ്വാധീനമുള്ള മലയാളത്തെ, ആ മിശ്ര ഭാഷയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മണിപ്രവാളം. മണിപ്രവാളം. ആ ഭാഷയെ മണിപ്രവാള ഭാഷ എന്നും അതിലുണ്ടായ കൃതികളെ മണിപ്രവാള കൃതികളെന്നും വിളിച്ചു. അങ്ങനെ 2 കൈവഴിക്ക് സഞ്ചരിച്ചു 16-ാം നൂറ്റാണ്ട് വരെ, തമിഴ് സ്വാധീനമുള്ള പാട്ടും സംസ്കൃത സ്വാധീനമുള്ള മണിപ്രവാളവും. അപ്പോഴാണ് 16-ാം നൂറ്റാണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. ആരുടെ കടന്നുവരവ്? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കടന്നുവരവ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് നമ്മൾ ഇന്ന് കാണുന്ന മാതിരി വ്യവസ്ഥാപിതമായ ചിട്ടപ്പെടുത്തിയ മലയാളം ഉണ്ടാക്കി. അഥവാ മറ്റ് ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിച്ച് ഇതിനെ ഒരു സ്വതന്ത്ര ഭാഷയാക്കി മാറ്റി. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ നമ്മൾ ഭാഷാ പിതാവായി സ്വീകരിക്കുന്നത്. ആധുനിക മലയാളത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ മലയാളം എന്ന് എഴുത്തച്ഛനെ നമ്മൾ വിലയിരുത്തുന്നതിൻ്റെ കാരണം അതാണ്. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ, എഴുത്തച്ഛൻ മലയാളം രൂപപ്പെടുത്തുകയല്ല, ചിട്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. എഴുത്തച്ഛന് മുമ്പ് ഇവിടെ 100 കണക്കിന് കവികളും കവിതകളും ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കൃഷ്ണഗാഥ എഴുത്തച്ഛന് മുമ്പാണ്, കണ്ണസന്മാർ എഴുത്തച്ഛന് മുമ്പാണ്, കോവളം കവികൾ എഴുത്തച്ഛന് മുമ്പാണ്. ഈ മണിപ്രവാള കൃതികളെല്ലാം, ഉണ്ണിയച്ചേരിതം, ഉണ്ണിയടിയരിതം, ഉണ്ണിയിലേരിതം, ഉണ്ണിച്ചെരുദേവി ചരിതം, ഇതെല്ലാം എഴുത്തച്ഛന് മുമ്പാണ്. എഴുത്തച്ഛന് മുമ്പ് ഇവിടെ 100 കണക്കിന് കവികളും കവിതകളും ഉണ്ട്. എന്നാൽ അവരൊക്കെ ഒന്നുകിൽ തമിഴിൻ്റെ വഴിക്ക് പോയി അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ വഴിക്ക് പോയി. സ്വതന്ത്രമാക്കി എടുക്കാൻ ഇവർക്കാർക്കും സാധിച്ചില്ല. അതിന് സാധിച്ചത് എഴുത്തച്ഛനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഭാഷാപിതാവായി സ്വീകരിക്കുന്നു. അതായത് എഴുത്തച്ഛൻ മലയാളം രൂപപ്പെടുത്തുകയല്ല, ചിട്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് മഹാകവി വള്ളത്തോൾ എഴുത്തച്ഛനെ പുതുമലയാൺമ തൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് പുതുമലയാൺമ തൻ മഹേശ്വരൻ എന്നാണ് വള്ളത്തോൾ എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ ആധുനിക മലയാളം ചിട്ടപ്പെടുത്തി എഴുത്തച്ഛൻ. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മലയാളത്തിൻ്റെ സൃഷ്ടാവ് എഴുത്തച്ഛൻ തന്നെയാണ്. എന്നാൽ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയ മലയാളം ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ അതേപടി പിന്തുടരുകയാണോ? എഴുത്തച്ഛനുണ്ടാക്കിയ മലയാളമാണോ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത്? അല്ല. ഈ 5-5.5 നൂറ്റാണ്ട് കൊണ്ട് കുറേയേറെ പരിഷ്കാരങ്ങൾ നമ്മളതിൽ വരുത്തി, അല്ലേ? കുറേ കൂട്ടിച്ചേർത്തു, കുറേ എടുത്തു മാറ്റി ഒക്കെ സംഭവിച്ചു. തൽക്കാലം ഈ ഇടയ്ക്ക് സംഭവിച്ച മാറ്റം നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പരിശോധിക്കാം. നമുക്ക് വർത്തമാന അവസ്ഥയിലേക്ക് വരാം. ഒരു കാര്യം നമുക്കറിയാം, എഴുത്തച്ഛനുണ്ടാക്കി എടുത്ത മലയാളം അതേപടി അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന. മാറ്റങ്ങൾ വരുത്തി, പരിഷ്കാരങ്ങൾ വരുത്തി. നിലവിൽ മലയാളത്തിലെ അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് പരിശോധിക്കാം. അപ്പോൾ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയ മലയാളം അതേപടി അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നിലവിൽ മലയാളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മലയാളത്തിലെ അക്ഷരമാല ഒന്ന് നോക്കണം. മലയാളത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം ഒന്ന് നോക്കാം. മലയാളത്തിലെ അക്ഷരങ്ങളുടെ എണ്ണത്തെ ചൊല്ലി എല്ലാ കാലത്തും തർക്കം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും തർക്കമുണ്ട്. എങ്കിലും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന അക്ഷരമാലാ ക്രമം അനുസരിച്ച് 15 സ്വരങ്ങളും 36 വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 51 അക്ഷരങ്ങൾ
51 അക്ഷരാളിയായൊരു ഭാഷയാണ് നിലവിൽ നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് 52, 54 ഒക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. നാളെ ഇനി കുറയോ കൂടുകയോ ഒക്കെ ചെയ്യാം. നിലവിൽ 15 സ്വരങ്ങളും 36 വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 51 അക്ഷരങ്ങൾ, 51 അക്ഷരാളിയായൊരു ഭാഷ. സാങ്കേതികമായി 49 വർണ്ണങ്ങളേ ഉള്ളൂ. അതായത് ഈ സ്വരങ്ങളിലെ അവസാനത്തെ അ അനുസ്വാരം വിസർഗം അതിനെ നമ്മൾ ചിഹ്നങ്ങളായി പരിഗണിക്കും. അപ്പോൾ 15, 13 ആകും, ടോട്ടൽ 49 ആകും. പക്ഷേ അതിനെ ചിഹ്നങ്ങളായി മാറ്റുമ്പോഴും എഴുതാൻ നമുക്ക് അക്ഷരങ്ങൾ ഉണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ കേരളം, ഓണം എന്നൊക്കെ എഴുതാൻ നമ്മൾ പ്രയാസപ്പെടും. അതുകൊണ്ട് അതിനെയും കൂടി ഉൾപ്പെടുത്തി 15 സ്വരങ്ങളും 36 വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 51 അക്ഷരങ്ങൾ. എന്നാൽ അക്ഷരമാലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു 5 അപൂർണാക്ഷരങ്ങൾ കൂടിയുണ്ട്. അതാണേത്? ചില്ലുകൾ. അതുകൂടി ഉൾപ്പെടുത്തിയാൽ ഇതെത്രയായി മാറും? 56ആയി മാറും. എന്നാൽ ചില്ലുകൾ പൂർണ്ണ അക്ഷരങ്ങളല്ല, അപൂർണാക്ഷരങ്ങളാണ്, ഇൻകംപ്ലീറ്റ് ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് അതിനെ അക്ഷരമാലയിൽ ഉൾപ്പെടുത്തില്ല. അത് ഒഴിവാക്കിയിട്ട് 15 സ്വരങ്ങളും 36 വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 51 അക്ഷരങ്ങളുള്ളൊരു ഭാഷയാണ് നിലവിൽ നമ്മൾ പാലിച്ചു പോരുന്നത്. ഈ 51 അക്ഷരങ്ങളും അതുപയോഗിച്ച് നിർമ്മിക്കുന്ന മലയാള ഭാഷയും നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് മലയാളം അറിയാം, ഭാഷ അറിയാം എന്നുള്ളത് കൊണ്ട് നമുക്ക് തോന്നിയപടി ഉപയോഗിക്കാൻ കഴിയുമോ? ഓരോരുത്തർ അവനവന് തോന്നിയപടി ഭാഷ ഉപയോഗിച്ചാൽ എനിക്ക് ഭാഷ അറിയാം, അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ മാതിരി ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാന ലക്ഷ്യമായ ആശയവിനിമയം നടക്കില്ല. അങ്ങനെ നടക്കണമെങ്കിൽ ഭാഷ ഉപയോഗിക്കുന്നതിനൊരു ഏകീകരണം ഉണ്ടാകണം, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകണം. അല്ലാതെ ഓരോരുത്തരും അവനവന് തോന്നിയ മാതിരി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആശയവിനിമയം കൃത്യമായി നടക്കില്ലല്ലോ. അപ്പോൾ അതിനെന്തുണ്ടാകണം? ആശയവിനിമയം കാര്യക്ഷമമായി നടത്താൻ ഭാഷ പ്രയോഗിക്കാൻ ഒരു നിയമങ്ങൾ ഉണ്ടാകണം എന്നല്ല, ഉണ്ട്. അങ്ങനെ തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കാനും ആശയവിനിമയം കാര്യക്ഷമമായി നടത്താനും നമ്മൾ സ്വീകരിക്കുന്ന ഭാഷാ പ്രയോഗ നിയമങ്ങളുടെ ആകത്തുകയാണ് ഈ പേരിൽ വ്യാകരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കാനും ആശയവിനിമയം കൃത്യമായി നടത്താനും നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷാ പ്രയോഗ നിയമങ്ങളുടെ ആകത്തുകയാണ് വ്യാകരണം. അതാണ് മലയാളം ഫസ്റ്റിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏതൊരു ഭാഷയുടെയും കാര്യത്തിൽ എന്നതുപോലെ മലയാളത്തിലും ഭാഷ നല്ല വികാസം നേടിയതിന് ശേഷമാണ് വ്യാകരണ നിയമങ്ങൾ ഉണ്ടായത്. അല്ലാതെ വ്യാകരണം ഉണ്ടാക്കി വെച്ചിട്ട് ഭാഷ ചിട്ടപ്പെടുത്തലല്ല. ആദ്യം ഭാഷ ഉണ്ടാവുന്നത്, അത് ഡെവലപ്പ് ചെയ്ത് പലമാതിരി ഉപയോഗിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ കടന്നു വരും. അപ്പോഴാണ് നിയന്ത്രിക്കാൻ വ്യാകരണം ഉണ്ടാവുക. മലയാളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. മലയാളം നല്ല വികാസം നേടിയതിന് ശേഷമാണ് വ്യാകരണ നിയമങ്ങൾ ഉണ്ടായത്. മലയാളത്തിന് ആദ്യമായി ഒരു വ്യാകരണ ഗ്രന്ഥം, ഒരു വ്യാകരണ കൃതി എഴുതി സമ്മാനിച്ചത് അല്പപരിങ്ങളോടുകൂടി നമുക്ക് പറയാൻ കഴിയൂ, ഒരു മലയാളിയല്ല, അതിവിടെ മിഷണറി പ്രവർത്തനത്തിനെത്തിയ ഒരു ജർമ്മൻകാരൻ സായിപ്പാണ് ഹെർമൻ ഗുണ്ടർട്ട്. കേരള ഭാഷാ വ്യാകരണം എന്നാണ് അതിന് അദ്ദേഹം നൽകിയ പേര്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ കൃതി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയത്. എന്നാൽ ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ചിലരെങ്കിലും പ്രകടിപ്പിക്കുന്നു. അതായത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എഴുതിയെന്ന്. ശരിയാണ്, നമ്മുടെ പാഠപുസ്തകത്തിൽ മുമ്പ് എവിടെയോ 1-2 സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുമുണ്ട് അത്. പക്ഷേ അതേ പാഠപുസ്തകത്തിൽ തന്നെ മറ്റൊരു ക്ലാസ്സിലെത്തുമ്പോൾ ഹെർമൻ ഗുണ്ടർട്ടാണെന്നും പറയുന്നുണ്ട്. ഈ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ആദ്യത്തെ വ്യാകരണ കൃതിയുടെ കാര്യത്തിൽ. അതിന് ഒടുവിൽ നമ്മുടെ കേരള സർവകലാശാലയുടെ ചില കുറിപ്പുകൾ അതിനൊരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം നമുക്ക് നോക്കാം. അതായത് വ്യവഹാര ഭാഷ, മാനക ഭാഷ എന്ന് ഭാഷയ്ക്ക് 2 രൂപമുണ്ട്. അതായത് സംസാര ഭാഷ, അച്ചടി ഭാഷ. മലയാളത്തിൽ ഈ ചേരിതിരിവ് വളരെ കൂടുതൽ പ്രകടമാകുന്നത് ബെഞ്ചമിൻ ബെയ്ലി വന്നതിന് ശേഷമാണ്. ഇവിടെ അച്ചടി നടപ്പിലായതിനു ശേഷമാണ്. ബെയ്ലിയാണല്ലോ അച്ചുകൂടം സ്ഥാപിക്കുന്നത്. അതിന് ശേഷമാണ് ഈ മാനക ഭാഷയ്ക്ക് ഒരു ചേരിതിരിവ്. മറ്റേ താളിയൊലിലൊക്കെ എഴുതുന്ന ഏതാണ്ട് വ്യവഹാര ഭാഷയുമായി അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഗുണ്ടർട്ടും ആഞ്ചലോസ് ഫ്രാൻസിസും ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ ഇവിടെ വരുമ്പോൾ അച്ചടി അങ്ങോട്ട് നടപ്പിലാകുന്നതേ ഉള്ളൂ. മാനക ഭാഷ എന്ന ചേരിതിരിവ്, ഈ അച്ചടി ഭാഷ എന്ന ചേരിതിരിവ് അങ്ങോട്ട് പ്രകടമായി തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മാനക ഭാഷയുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഇത്രയേറെ ചേരിതിരിവ് അച്ചടിയുടെ വ്യാപനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ചേരിതിരിവ് അല്ലെങ്കിൽ മാനക ഭാഷ, വ്യവഹാര ഭാഷ എന്ന അന്തരം വലുതാകുന്നത്. അപ്പോൾ ഇവിടെ ആഞ്ചലോസ് ഫ്രാൻസിസ് വരുന്ന സമയത്ത് ഈ അന്തരം വലുതല്ല, ഏതാണ്ട് അടുത്ത് നിൽക്കുന്നതാണ്. അദ്ദേഹം നിർമ്മിച്ചത് വ്യവഹാര ഭാഷയുടെ, സംസാര ഭാഷയുടെ വ്യാകരണം എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ അത് വ്യാകരണമായിരുന്നില്ല, ഒരു ദ്വിഭാഷാ സഹായിയായിരുന്നു. അതായത്
അക്കാലത്ത് ഇവിടെ എത്തുന്ന ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഉൾപ്പെടെ ജർമ്മൻകാരും ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് തദ്ദേശീയരായ മലയാളികളോട് സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു ദ്വിഭാഷാ സഹായി. ഇപ്പോൾ നമ്മളൊക്കെ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭാഷ പഠിച്ചുകൊണ്ട് പോകുമല്ലോ. ആ ഭാഷയെ അതിൻ്റെ ആഴങ്ങളിൽ പഠിച്ചിട്ടല്ല, നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടുന്ന ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ, ഇല്ലേ? അതുപോലെ ഇവിടെ എത്തുന്ന വിദേശികൾക്ക് ഇവിടുത്തുകാരായ മലയാളികളോട് മലയാളത്തിൽ വിനിമയം ചെയ്യാനുള്ള ഒരു ദ്വിഭാഷാ സഹായിയാണ് യഥാർത്ഥത്തിൽ ആഞ്ചലോസ് ഫ്രാൻസിസ് നിർമ്മിച്ചത്. അതിന് ഒരു വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ ശാസ്ത്രീയമായ സമീപനമോ ചിട്ടവട്ടങ്ങളോ ഉണ്ടായിരുന്നില്ല. ആ സമീപനത്തോടെ എങ്ങനെയാണൊരു ഭാഷയുടെ രൂപീകരണം, എങ്ങനെയാണ് അതിലെ വ്യാകരണ ഘടനകളുടെ പരസ്പര ബന്ധം എന്നൊക്കെ വിശദീകരിക്കുന്ന ശാസ്ത്രീയമായ ആദ്യത്തെ വ്യാകരണ കൃതി എഴുതിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്, കേരള ഭാഷാ വ്യാകരണം. അപ്പോൾ ഇതാണ് അതിന് നമ്മൾ എത്തിച്ചേരുന്ന തീർപ്പ്. അപ്പോൾ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണെന്നുള്ളൊരു വാദമുണ്ട്. ശരിയാണ്, ആദ്യം എഴുതിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് തന്നെയാണ്. മലയാളത്തിലെ അല്ല, കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ കൃതി എഴുതിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. എന്നാൽ മലയാളത്തിൻ്റെ ആദ്യത്തെ ശാസ്ത്രീയമായ വ്യാകരണത്തിൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടി എഴുതുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. എന്നാൽ ഗുണ്ടർട്ടൻ്റെ കൃതിക്ക് ചില പോരായികൾ ഉണ്ടായിരുന്നു. കുറ്റം പറയാൻ കഴിയില്ല, പുള്ളി മലയാളിയല്ല, ഇത്ര തന്നെ ചെയ്തു തന്നു. അതിനെ തുടർന്ന് വേറെയും ചില വ്യാകരണ കൃതികൾ പുറത്തിറങ്ങി. അക്കൂട്ടത്തിൽ കേരളീയനായ മലയാളിയായ ഒരാൾ എഴുതിയ ആദ്യത്തെ വ്യാകരണ കൃതി റവറൻഡ് ജോർജ് മാത്തൻ എന്നൊരാൾ എഴുതിയ മലയാണ്മയുടെ വ്യാകരണം എന്നതായിരുന്നു. മലയാണ്മയുടെ വ്യാകരണം, ഇതാണ് മലയാളിയായ ഒരാൾ എഴുതിയ ആദ്യത്തെ വ്യാകരണ കൃതി. ജോർജ് മാത്തൻ എഴുതിയ മലയാണ്മയുടെ വ്യാകരണം. ആദ്യത്തേത് ഗുണ്ടർട്ടിൻ്റേതാണ്, പക്ഷേ ഗുണ്ടർട്ട് ആരല്ല? മലയാളിയല്ല. മലയാളിയായ ഒരാൾ എഴുതിയ ആദ്യത്തെ വ്യാകരണ കൃതി റവറൻഡ് ജോർജ് മാത്തൻ തയ്യാറാക്കിയ മലയാണ്മയുടെ വ്യാകരണം. അതിനെ തുടർന്ന് കോവുണ്ണി നെടുങ്ങാടി എന്നൊരാൾ എഴുതിയ കേരള കൗമുദി. അങ്ങനെ 2-3 വ്യാകരണ കൃതികൾ പുറത്തു വന്നു. പക്ഷേ അവയ്ക്ക് എല്ലാറ്റിനും ചെറിയ ചെറിയ പോരായികൾ ഉണ്ടായിരുന്നു. ഈ പോരായികളെല്ലാം പരിഹരിച്ചുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ കൃതി അഥവാ ആധികാരിക വ്യാകരണ കൃതി, ഇപ്പോൾ സമ്പൂർണ്ണം എന്ന് പറയുമ്പോൾ 100% ആണെന്ന് വിചാരിച്ചു കളയരുത്. ഒരു ഭാഷയുടെയും വ്യാകരണം 100% പെർഫെക്റ്റ് അല്ല. എന്താ, ഭാഷ മാറിക്കൊണ്ടേയിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ഒരു 90-95%. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ കൃതി പുറത്തിറങ്ങുന്നത് 1896-ലാണ്. അത് ശ്രീ AR രാജരാജവർമ്മ തയ്യാറാക്കിയ കേരള പാണിനീയം എന്ന പുസ്തകമാണ്. ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ കൃതി. ആദ്യത്തേത് ഗുണ്ടർട്ടിൻ്റേതാണ്. അത് കഴിഞ്ഞ് മലയാളികൾ വേറെ എഴുതി, ജോർജ് മാത്തൻ എഴുതി, കോവുണ്ണി നെടുങ്ങാടി എഴുതി. അപ്പോൾ ആദ്യത്തേതല്ല, രണ്ടാമത്തേതല്ല, 3, 4 ഒന്നുമല്ല, 4-5 കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? കേരള പാണിനീയം. പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ കൃതി ഈ കേരള പാണിനീയമാണ്. സംസ്കൃത ഭാഷയ്ക്ക് ഒരു വ്യാകരണ ഗ്രന്ഥമുണ്ട് സംസ്കൃതത്തിന്. അതിൻ്റെ പേര് പാണിനീയം എന്നാണ്. പണ്ട് ചന്ദ്രഗുപ്തൻ്റെ സദസ്സിലുണ്ടായിരുന്ന പാണിനി മഹർഷിയാണ് പാണിനീയം എന്ന വ്യാകരണ കൃതി എഴുതിയത്. അതിലദ്ദേഹം സംസ്കൃത നിയമങ്ങളെ അവതരിപ്പിക്കുന്നത് കാരികാരൂപത്തിലാണ്, ശ്ലോകരൂപത്തിലാണ്, കവിതാരൂപത്തിലാണ്. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് AR രാജരാജവർമ്മ ഈ കേരള പാണിനീയം എന്ന പുസ്തകത്തിൽ മലയാള നിയമങ്ങളെ അവതരിപ്പിക്കുന്നത് കാരികാരൂപത്തിലാണ്, ശ്ലോകരൂപത്തിലാണ്. അതായത് കേരള പാണിനീയം എന്ന കൃതി എഴുതാൻ AR ആരുടെ ശൈലി സ്വീകരിച്ചു? പാണിനി മഹർഷിയുടെ ശൈലി സ്വീകരിച്ചു. അതുകൊണ്ട് AR രാജരാജവർമ്മയ്ക്ക് കേരള പാണിനി എന്നൊരു അപരനാമം കൂടി നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു, കേരള പാണിനി. അത് കേരള പാണിനി എഴുതിയത് കൊണ്ടല്ല, പാണിനീയം എഴുതാൻ അദ്ദേഹം പാണിനി മഹർഷിയുടെ ശൈലി സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കേരള പാണിനി എന്നറിയപ്പെടുന്നു. ഈ കേരള പാണിനി AR രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ കേരള പാണിനീയം എന്ന വ്യാകരണ കൃതിയിൽ അവതരിപ്പിക്കുന്ന ഏതാനും ചില വ്യാകരണ നിയമങ്ങളാണ് നമുക്കങ്ങോട്ട് നോക്കേണ്ടത്. അതാണ് PSC നമ്മുടെ സിലബസിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മലയാള വ്യാകരണ പഠനത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ആ ഭാഷയുടെ ഉൽപ്പത്തിയെയും വികാസത്തെയും കുറിച്ച് മനസ്സിലാക്കിയ അടിസ്ഥാന കാര്യങ്ങളാണ്. ഇനി നമുക്ക് വ്യാകരണ പഠനത്തിലേക്ക് കടക്കണം. നേരത്തെ പറഞ്ഞല്ലോ, 5ാം സ്റ്റാൻഡേർഡ് മുതലാണ് ഒരു കുട്ടി ഭാഷയുടെ ഘടനയും അതിൻ്റെ ശരിതെറ്റുകളും മനസ്സിലാക്കുന്നതെങ്കിലും നമുക്ക് 5ാം ക്ലാസ് മുതൽ തുടങ്ങാൻ അല്പം അടിസ്ഥാനപരമായി, അതായത് മുതിർന്നു കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി ക്ലാസ്സിൽ എത്തിയതിന് ശേഷം കുട്ടി പഠിക്കുന്ന കാര്യം നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ 6-7 കൊല്ലം ഇരുന്ന് പഠിക്കാനുള്ള സാവകാശം നമുക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അല്പം ടോപ്പിലെ കാര്യം പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് 5ാം സ്റ്റാൻഡേർഡിലേക്ക് വരാം. അപ്പോൾ അവിടെ നമ്മളിനി കാണാൻ പോകുന്നത് ഈ കേരള പാണിനീയത്തിൽ കേരള പാണിനി അവതരിപ്പിക്കുന്ന വ്യാകരണ നിയമങ്ങളാണ്. അതിലെ അടിസ്ഥാന ചില കാര്യങ്ങളാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. നോക്കാം. നമുക്ക് നമ്മുടെ ഭാഷയുടെ അടിസ്ഥാന ഘടകത്തിലേക്ക് വരാം. നമ്മൾ
പലപ്പോഴും കരുതുന്നത് അക്ഷരങ്ങളാണ് മലയാളത്തിലെ ഏറ്റവും ചെറിയ ഘടകമെന്നാണ്. കാരണം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അക്ഷരമാലയാണ്, എഴുതുന്നതും പറയുന്നതും അക്ഷരമാണ്. എന്നാൽ അക്ഷരമല്ല മലയാളത്തിലെ ഏറ്റവും ചെറിയ ഘടകം. ഉദാഹരണത്തിന് ക ക ഇതൊരക്ഷരമാണ്. പക്ഷേ ഇതല്ല ഏറ്റവും ചെറുത്. കാരണം ഇതിനെ നമുക്ക് വിഭജിക്കാൻ കഴിയും. എങ്ങനെയാണ്? ക അധികം ആ എന്ന് വിഭജിക്കാൻ കഴിയും. അപ്പോൾ ഈ അക്ഷരമല്ലല്ലോ ഏറ്റവും ചെറുത്, ഇതല്ലേ? അല്ലെങ്കിൽ കി ഇതൊരക്ഷരമാണ്, പക്ഷേ ഇതിനെ വിഭജിക്കാൻ കഴിയും ക അധികം ഇ. അല്ലെങ്കിൽ പൂ എന്നതിനെ വിഭജിക്കാൻ കഴിയും പ അധികം ഉ. അപ്പം നമ്മൾ അക്ഷരങ്ങൾ എഴുതുന്നു പറയുന്നു എങ്കിലും അക്ഷരങ്ങളല്ല നമ്മുടെ ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകം. ഇത്തരം ഘടകങ്ങളാണ്. ഇവരാണ് നമ്മുടെ ഭാഷയിലെ അടിസ്ഥാന ഘടകങ്ങൾ. അങ്ങനെ നമ്മുടെ ഭാഷയിലെ അടിസ്ഥാന ഘടകങ്ങൾ, വിഭജിക്കാനാവാത്ത, പിരിക്കാനാവാത്ത ഇത്തരം ഏറ്റവും ചെറിയ ഘടകങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് വർണ്ണം എന്നാണ്. വർണ്ണം, ഫൊണീം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് മലയാളത്തിലെ വർണ്ണം. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും ചെറിയ ഘടകം അക്ഷരമല്ല. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അക്ഷരമാണ്, എഴുതുന്നത് ഉപയോഗിക്കുന്നതും അക്ഷരമാണ്. പക്ഷേ അക്ഷരമല്ല മലയാളത്തിലെ ഏറ്റവും ചെറുത്. അതിലും ചെറുതുണ്ട്, അതാണ് വർണ്ണം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ വർണ്ണങ്ങളാണ്, ഓരോ വർണ്ണങ്ങളാണ്. ഇവരെ തുടർന്നങ്ങോട്ട് വിഭജിക്കാൻ കഴിയില്ല. അത്തരം അവിഭാജ്യ ഘടകങ്ങൾക്ക്, ഏറ്റവും ചെറിയ ഭാഷാ ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് വർണ്ണം. വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് അക്ഷരമുണ്ടാവുക. വർണ്ണങ്ങൾ കൂടി ചേർന്ന് അക്ഷരം ഉണ്ടാകും. നോക്കൂ, ഈ രണ്ട് വർണ്ണങ്ങൾ കേം ആയും കൂടെ ചേർന്നപ്പോഴാണ് ക, പൂം ആയും കൂടെ ചേർന്നപ്പോഴാണ് പ, ചേം ആയും കൂടെ ചേരുമ്പോഴാണ് ച. അങ്ങനെയാണെങ്കിൽ സു എന്ന അക്ഷരം ഉണ്ടാകാൻ ഏതൊക്കെ വർണ്ണങ്ങൾ വേണം? സ് ഉ. അങ്ങനെ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് അക്ഷരം ഉണ്ടാവുക. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മളൊരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ അവിടെ രണ്ട് ഉച്ചാരണമുണ്ട് എന്ന് ചുരുക്കം. ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ അവിടെ രണ്ട് ഉച്ചാരണമുണ്ട്. ഇപ്പോൾ ക, പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ക ഒറ്റ ഉച്ചാരണം കേൾക്കുന്നുള്ളൂ. എന്നാൽ അവിടെ രണ്ട് ഉച്ചാരണമുണ്ട്, കേം ആയും. അത് ബോധ്യമാകണമെങ്കിൽ നമ്മൾ ആ അക്ഷരത്തെ ഒന്ന് പരത്തി പറഞ്ഞു നോക്കിയാൽ മതിയാകും. ഇപ്പോൾ ക എന്ന് ഓടിച്ചിട്ട് പറയാതെ ക എന്ന് പറയുമ്പോഴാണ് ക ആ. അല്ലെങ്കിൽ കി പറയുമ്പോൾ കീ പൂ എന്ന് പറയുമ്പോഴാണ്. ഒന്ന് പരത്തി പറഞ്ഞു നോക്കിയാൽ ആ ഉച്ചാരണം നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ അവിടെ വർണ്ണങ്ങളാണ് അടിസ്ഥാനപരമായി ഉച്ചരിക്കപ്പെടുന്നത്. വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് അക്ഷരം ഉണ്ടാകുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരക്ഷരം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വർണ്ണത്തിലാണ്. അപ്പോൾ ഏറ്റവും ചെറുത് വർണ്ണം, വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരം. അർത്ഥമുള്ള അക്ഷരക്കൂട്ടമാണ് വാക്കുകളായി മാറേണ്ടത്, ഇല്ലേ? അക്ഷരക്കൂട്ടമാണ് വാക്കുകൾ, അർത്ഥമുള്ള അക്ഷരക്കൂട്ടമാണ് വാക്കുകൾ. അത്തരം വാക്കുകൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ വാക്യം അഥവാ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. പക്ഷേ മലയാളത്തിലെ എല്ലാ അക്ഷരക്കൂട്ടങ്ങൾക്കും സ്വതന്ത്രമായ ഒരർത്ഥം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് അക്ഷരക്കൂട്ടമായിരിക്കും, അർത്ഥം ഉണ്ടാകും, പക്ഷെ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ നോക്കൂ, കൊട്, എട്, പോ ഇതെല്ലാം അക്ഷരക്കൂട്ടമാണ്. ഒന്നിലധികം അക്ഷരങ്ങളുണ്ട്, അർത്ഥവുമുണ്ട്, ഇല്ലേ? കൊട്, എട്, പോ ഇതിനെല്ലാം അർത്ഥവുമുണ്ട്, അർത്ഥവുമുണ്ട്, അക്ഷരക്കൂട്ടവുമാണ്. പക്ഷേ ഇതുപയോഗിച്ച് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകളെല്ലാം വരി, എട്, കൊട്, പിട്, പോ, താ, ചെയ് എന്നല്ലേ ഇരിക്കൂ. അപ്പോൾ ഇതിനെന്താ കുഴപ്പം? അക്ഷരക്കൂട്ടമല്ലേ? ആണ്. അർത്ഥമില്ലേ? ഉണ്ട്. പിന്നെന്താ കുഴപ്പം? ഇതിന് സ്വതന്ത്രമായ അർത്ഥമില്ല. അതായത് ഇതിനോടൊപ്പം ചേർക്കുന്ന പ്രത്യയം അനുസരിച്ച് ഇതിൻ്റെ അർത്ഥം മാറി മറിഞ്ഞു വരാം. ഇപ്പോൾ കൊട് എന്നതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നതനുസരിച്ച് എങ്ങനെയൊക്കെ ആകാം? കൊടുത്തു എന്നാകാം, കൊടുക്കും എന്നാകാം, കൊടുക്കാം എന്നാകാം, കൊടുക്കുന്നു എന്നാകാം, അങ്ങനെ പലതാകാം. അല്ലെങ്കിൽ ഇപ്പോൾ പോ എന്നുള്ളത് എങ്ങനെയൊക്കെ ആകാം? പോയി, പോകും, പോകുന്നു, പോകാം എന്നൊക്കെ ആകാം. ചെയ് എന്നുള്ളത് എങ്ങനെയൊക്കെ ആകാം? ചെയ്തു, ചെയ്യും, ചെയ്യുന്നു, ചെയ്യാം, ചെയ്തേക്കാം, ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആകാം. അതായത് സ്വതന്ത്രമായ അർത്ഥമില്ല. എന്നാൽ കേവലമായ അർത്ഥമില്ലേ? ഉണ്ട് താനും. ഇത്തരം അക്ഷരക്കൂട്ടങ്ങളെ വാക്യരൂപീകരണത്തിന് ഉപയോഗിക്കാനാവാത്ത, സ്വതന്ത്ര അർത്ഥമില്ലാത്ത ഇത്തരം അക്ഷരക്കൂട്ടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശബ്ദം, അല്ലെങ്കിൽ പ്രകൃതി, ധാതു എന്നെല്ലാം പറയും. ഇതിനെയാണ് ശബ്ദം, അല്ലെങ്കിൽ പ്രകൃതി, അല്ലെങ്കിൽ ധാതു എന്നെല്ലാം പറയുന്നത് ഇതിനെയാണ്. നമ്മൾ റൂട്ട് ഫോം എന്ന് ഇംഗ്ലീഷിൽ പഠിക്കുന്ന സാധനം, അതാണ് ശബ്ദം, അല്ലെങ്കിൽ പ്രകൃതി, അല്ലെങ്കിൽ ധാതു എന്ന് നമ്മൾ പറയുന്നത്. അതിന് സ്വതന്ത്രമായ അർത്ഥമില്ല, അതുപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ശബ്ദത്തെ പരിഷ്കരിക്കണം, അതിന് സ്വതന്ത്രമായ അർത്ഥം കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൊട് എന്നത് പരിഷ്കരിച്ച് കൊടുത്തു എന്നും പോ എന്നത് പരിഷ്കരിച്ച് പോകാം എന്നും ആക്കിയെന്ന് കരുതൂ. ഇപ്പോൾ കൊട് പരിഷ്കരിച്ച് കൊടുത്തു. കൊടുത്തു എന്ന് പറഞ്ഞാൽ
പിന്നെ കൊടുക്കാം എന്നൊരർത്ഥമില്ല, കൊടുത്തു, അതിന് സ്വതന്ത്രമായ അർത്ഥമുണ്ട്. അതുപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും അല്ലേ? ഞാൻ അവന് ഭക്ഷണം കൊടുത്തു, ഞാൻ അവന് പുസ്തകം കൊടുത്തു, അതുപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ പോകാം എന്ന് പറഞ്ഞാൽ പിന്നെ പോയി എന്നൊരർത്ഥമൊന്നുമില്ല, പോകാം, നാളെ പോകാം, അങ്ങോട്ട് പോകാം, നിനക്ക് പോകാം, അതുപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ വാക്യരൂപീകരണത്തിന് വേണ്ടി പരിഷ്കരിച്ചെടുക്കുന്ന ഇത്തരം സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് വാചകം. വാചകം അതായത് നമ്മൾ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വാചകം എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വാചകമാണ്. ശബ്ദത്തെ പരിഷ്കരിച്ചിട്ടാണ് വാചകം നിർമ്മിക്കുക. ചുരുക്കത്തിൽ നമ്മൾ സെൻറ്റൻസ് ഫോർമേഷൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അതിൻ്റെ സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദങ്ങൾ വാചകമാണ്. ഈ വാചകങ്ങൾ കൂട്ടിച്ചേർത്താൽ വാക്യമാകും എന്ന് നമ്മളിപ്പോൾ ധരിക്കും. പക്ഷേ വാചകങ്ങൾ മാത്രം അടുക്കി വെച്ചാൽ വാക്യമാവില്ല. ഇപ്പം നോക്കൂ, രാമൻ സീത കാട് പോയി, 4 വാചകമാണ്. രാമൻ സീത കാട് പോയി ചേർത്താൽ സെൻറ്റൻസ് ആവുമോ? ആവില്ല. അതിനെ എങ്ങനെ സെൻറ്റൻസ് ആക്കും? രാമനും സീതയും കാട്ടിൽ പോയി എന്ന് സെൻറ്റൻസ് ആക്കിയപ്പോൾ, വാക്യമാക്കിയപ്പോൾ അവിടെ വാചകം എന്ന വിഭാഗത്തിൽ പെടാത്ത ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചു. ഏതുപയോഗിച്ചു? ഇൽ തുടങ്ങിയവ. എന്തിനു വേണ്ടി? വാചകങ്ങളെ വിളക്കിച്ചേർക്കാൻ, വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ. എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് വല്ല അർത്ഥവും ഉണ്ടോ? അല്ലെങ്കിൽ ഓ, ഇൽ, പറ്റി, കുറിച്ച്, ഇതിനൊന്നും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരർത്ഥവുമില്ല. ഒരർത്ഥവുമില്ല, ഇൽ ഒരർത്ഥവുമില്ല. മറ്റൊരു വാക്കിനോട് ചേരുമ്പോഴാണ് അതിനർത്ഥം ഉണ്ടാവുന്നത്. രാമനും സീതയും വീട്ടിൽ കാട്ടിൽ എന്നൊക്കെ പറയുമ്പോഴാണ് മറ്റൊന്നിനോട് ചേരുമ്പോഴാണ് അർത്ഥം ഉണ്ടാവുന്നത്. അവൻ്റെ ജോലി തന്നെ എന്താണ്? കൂട്ടിച്ചേർക്കലാണ്. അങ്ങനെ വാചകങ്ങളെ വിളക്കിച്ചേർക്കാൻ, വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന അത്തരം ഇൽ, ഓ തുടങ്ങിയ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾക്ക്, ഇത്തരം അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ദ്യോതകം. ദ്യോതകം വാചകങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അർത്ഥമില്ലാത്ത ശബ്ദമാണ് ദ്യോതകം. ഇവർ രണ്ടാൾ, വാചകവും ദ്യോതകവും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഏത്? വാക്യം അഥവാ സെൻറ്റൻസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ 6 തട്ട്, 6 ലെവലുള്ള ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് മലയാളത്തിലെ ഓരോ സെൻറ്റൻസുകൾക്കും ഉള്ളത്. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് സെൻറ്റൻസ് ഉണ്ടാവില്ല. സെൻറ്റൻസ് ഉണ്ടാകാൻ ആദ്യം വർണ്ണങ്ങൾ ഉണ്ടാകണം, അത് ചേർന്ന് അക്ഷരമാകണം, അത് ചേർന്ന് ശബ്ദമാകണം, അവനെ പരിഷ്കരിച്ച് വാചകമാക്കണം, വിളക്കിച്ചേർക്കാൻ ദ്യോതകം വയ്ക്കണം. എല്ലാം കൂടി ചേർന്ന് എന്തായി മാറും? വാക്യം അഥവാ സെൻറ്റൻസായി മാറും. ഇങ്ങനെ 6 ഘട്ടങ്ങൾ പിന്നിട്ടിട്ടാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രാമനും സീതയും കാട്ടിൽ പോയി. ഇതേത് വിഭാഗമാണ്? ഇതൊരു വാക്യമാണ്, സെൻറ്റൻസാണ്. പക്ഷെ ജനിക്കുമ്പോൾ അത് വാക്യമായിരുന്നില്ല. ജനിക്കുമ്പോൾ വാക്യമാവുന്നതിന് മുന്നേ അത് രാമൻ സീത തുടങ്ങിയ വാചകങ്ങളും ഇൽ തുടങ്ങിയ ദ്യോതകങ്ങളുമായിരുന്നു. അതിനു മുമ്പ് അത് രാമ സീത തുടങ്ങിയ ശബ്ദങ്ങളായിരുന്നു. അതിനു മുമ്പ് അത് രാമ തുടങ്ങിയ അക്ഷരങ്ങളായിരുന്നു. അതിനു മുമ്പ് അത് ആ തുടങ്ങിയ വർണ്ണങ്ങളായിരുന്നു. അത് പല ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് പിന്നിട്ടാണ് വാക്യത്തിലെത്തുന്നത്. ഈ 6 ഘട്ടത്തിൽ ഓരോന്നിനെയും നമുക്ക് പിന്നെയും വിഭജിക്കാം, പലതരമായി വിഭജിക്കാം. ആ വിഭജനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ അടുക്കി വെച്ചിരിക്കുന്നതും PSC നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാന വസ്തുത. ഇത് മനസ്സിലാക്കിയാൽ മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഏറ്റവും ചെറുത് വർണ്ണം, അത് ചേർന്ന് അക്ഷരം, അത് ചേർന്ന് ശബ്ദം, അവനെ പരിഷ്കരിച്ച് വാചകം, വിളക്കിച്ചേർക്കാൻ ദ്യോതകം, എല്ലാം കൂടി ചേർന്ന് വാക്യം. ഈ ഓരോന്നിനെയും നമുക്ക് പിന്നെയും വിഭജിക്കാം. ആ വിഭജനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടിസ്ഥാനപരമായി പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിൻ്റെ തുടർ വിഭജനവുമായി നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.